എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പരിസര പഠനത്തിലെ 6ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റ് 6 മാർവൽസ് ഓഫ് ദ സ്കൈ. അതെ, മലയാളത്തിൽ നമ്മൾ ആകാശക്കാഴ്ചകൾ എന്നു പറയും. അപ്പോൾ കുട്ടികളെ, എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 106, 107 ഒന്ന് തുറന്നു വെക്കാമോ? ആ പേജിൽ നല്ല ഭംഗിയുള്ളൊരു ചിത്രമുണ്ട് അല്ലേ? ആകാശത്തിന്റെ ഒരു വലിയ ചിത്രം. വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ ഡ്യൂറിംഗ് ദ ഡേ? പകൽ സമയത്ത് നിങ്ങൾ ആകാശത്ത് എന്തൊക്കെയാ കാണാറുള്ളത്? എന്തൊക്കെയാ? സൂര്യനെ കാണും, പിന്നെ മേഘങ്ങളെ കാണും, അല്ലേ? ശരി. വാട്ട് ഡു യു സീ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? രാത്രിയിലോ? രാത്രി ആകാശത്ത് എന്തൊക്കെ കാണാം? ആ, രാത്രിയിൽ നമ്മൾ ചന്ദ്രനെ കാണും, പിന്നെ ഒരുപാട് നക്ഷത്രങ്ങളെയും കാണും. അച്ഛാ, ഹാവ് യു എവർ വണ്ടേർഡ് വൈ വി സീ ദ സൺ ഓൺലി ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് ദ മൂൺ അറ്റ് നൈറ്റ്? എന്തുകൊണ്ടാണ് സൂര്യനെ പകലും ചന്ദ്രനെ രാത്രിയിലും കാണുന്നതെന്ന് എപ്പോഴെങ്കിലും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. അപ്പോ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആകാശത്തിലെ ഇത്തരം അത്ഭുതങ്ങളെക്കുറിച്ചാണ്. ഈ കാഴ്ചകൾക്കെല്ലാം പിന്നിൽ ചില കാരണങ്ങളുണ്ട്. അതെ, നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഭൂമിയില്ലേ, അത് വെറുതെ ഒരിടത്ത് അനങ്ങാതെ നിൽക്കുകയല്ല, അതെപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. 2 പ്രധാനപ്പെട്ട ചലനങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ. ദി എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ലൈക്ക് എ ടോപ്പ്. ദിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. അതായത് ഭൂമി ഒരു പമ്പരം കറങ്ങുന്നതുപോലെ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ഓ, പമ്പരം കറങ്ങുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ. അപ്പോ ഈ ഒരു കറക്കം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കും? ഒരു ഭ്രമണം, അതായത് ഒരു കറക്കം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 24 മണിക്കൂർ വേണം. ഈ 24 മണിക്കൂറാണ് ഒരു ദിവസം. അതായത് ഒരു പകലും ഒരു രാത്രിയും ചേർന്നത്. അതെങ്ങനെയാണ് പകലും രാത്രിയും ഉണ്ടാക്കുന്നത്? നമുക്കതൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. നിങ്ങളുടെ വീട്ടിലൊരു ഗ്ലോബ് ഉണ്ടെങ്കിൽ അതൊന്നെടുത്തു നോക്കൂ. എന്നിട്ടൊരു ടോർച്ച് ലൈറ്റ് എടുത്ത് അതിനെ സൂര്യനായി സങ്കൽപ്പിക്കുക. ഇനി ഗ്ലോബിന്റെ ഒരു ഭാഗത്തേക്ക് ടോർച്ചടിച്ചു നോക്കൂ. ആ, അപ്പോ ടോർച്ചിന്റെ വെളിച്ചം വീഴുന്ന ഭാഗത്ത് നല്ല പ്രകാശമുണ്ടാകും. അവിടെ പകലാണെന്ന് സങ്കൽപ്പിക്കാം. അതെ. അതേസമയം ഗ്ലോബിന്റെ മറുഭാഗത്തെങ്ങനെയുണ്ടാവും? അവിടെ വെളിച്ചം കിട്ടാത്തതുകൊണ്ട് ഇരുട്ടായിരിക്കും. അതാണ് രാത്രി. ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഈ വെളിച്ചമുള്ള ഭാഗവും ഇരുട്ടുള്ള ഭാഗവും ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെയാണ് നമുക്ക് പകലും രാത്രിയും ഉണ്ടാകുന്നത്. വളരെ ലളിതമായി മനസ്സിലായി. അപ്പോ ഒരു തമാശ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ഷിൻജാൻ ജപ്പാനിൽ രാത്രി ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോ അമേരിക്കയിൽ എന്തായിരിക്കും സമയം? നല്ല ചോദ്യം. ജപ്പാൻ ഭൂമിയുടെ ഒരു ഭാഗത്താണെങ്കിൽ അമേരിക്ക ഏകദേശം അതിന്റെ മറുഭാഗത്താണ്. അപ്പോൾ ഷിൻജാൻ ഉറങ്ങുമ്പോൾ അവിടെ രാത്രിയാണ്. അതിന്റെ അർത്ഥം അമേരിക്കയിൽ അപ്പോൾ പകലായിരിക്കും. കൊള്ളാം. അപ്പം ഇതാണ് ഒന്നാമത്തെ ചലനം, ഭ്രമണം. ഇനി രണ്ടാമത്തേതെന്താണ്? രണ്ടാമത്തെ ചലനമാണ് പരിക്രമണം, റെവല്യൂഷൻ എന്ന് പറയും. വൈൽ സ്പിന്നിംഗ്, ദി എർത്ത് ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ ഇൻ എ ഫിക്സ് പാത്ത്. ദിസ് ഈസ് കോൾഡ് റെവല്യൂഷൻ. അതായത് ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതിനൊപ്പം തന്നെ ഒരു നിശ്ചിത വഴിയിലൂടെ സൂര്യനെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഓ, അപ്പോ 2 കറക്കമുണ്ട്. ഒന്ന് സ്വയം കറങ്ങുന്നു, അതോടൊപ്പം സൂര്യനെയും ചുറ്റുന്നു. ഈ സൂര്യനെ ഒന്ന് ചുറ്റിവരാൻ എത്ര സമയമെടുക്കും? അതിന് കുറച്ചധികം സമയമെടുക്കും. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 365 കാൽ ദിവസം എടുക്കും. ഇതാണ് നമ്മൾ ഒരു വർഷം, 1 ഇയർ എന്ന് പറയുന്നത്. എല്ലാവരും പേജ് നമ്പർ 108 ആ ചിത്രമൊന്ന് നോക്കണേ. അതിലിത് വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതിൽ സൂര്യൻ നടുവിലുണ്ട്, ഭൂമി അതിനെ ചുറ്റുന്നതും കാണാം. അപ്പോ ഭൂമി സൂര്യനെ ചുറ്റുന്നതുപോലെ മറ്റാരെങ്കിലും നമ്മളെ ചുറ്റുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ ചന്ദ്രൻ. ജസ്റ്റ് ലൈക്ക് ദി എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദ സൺ, ദ മൂൺ റിവോൾവ്സ് അറൌണ്ട് ദി എർത്ത്. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്നതുപോലെ തന്നെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെയാണ് ചുറ്റുന്നത്. ഓക്കെ, അപ്പോ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ഭൂമി സൂര്യനെ ചുറ്റുന്നു. ഒരു വലിയ കറക്കം തന്നെയാണല്ലോ ഇത്. ചന്ദ്രന് ഭൂമിയെ ഒന്നു ചുറ്റിവരാൻ എത്ര സമയമെടുക്കും? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ ചുറ്റാൻ ഏകദേശം 27/3 ദിവസമെടുക്കും. ശരി. അപ്പോ ഭൂമിയുടെ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ സൗരയൂഥത്തിലേക്ക് പോയാലോ? അവർ സോളാർ സിസ്റ്റം.
പേജ് 108 തന്നെ അതിന്റെയും ഒരു ചിത്രം കാണാം. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. The sun and the 8 planets that revolve around it form the solar system. സൂര്യനും അതിനു ചുറ്റുന്ന 8 ഗ്രഹങ്ങളും ചേർന്നതാണ് നമ്മുടെ സൗരയൂഥം. ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണല്ലോ. സൂര്യൻ ഒരു ഗ്രഹമാണോ? അല്ല, അതൊരു നല്ല ചോദ്യമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, എ സ്റ്റാർ. നക്ഷത്രങ്ങൾക്ക് സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഗ്രഹങ്ങൾക്ക് സ്വന്തമായി പ്രകാശമില്ല. അവയ്ക്ക് സൂര്യനിൽ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളുടെ പേരുകള് നമുക്കൊന്ന് ക്രമത്തിൽ പറഞ്ഞാലോ? പറയാം. എല്ലാരും ശ്രദ്ധിച്ചു കേൾക്കണേ. ബുധൻ, മെർക്യുറി; ശുക്രൻ, വീനസ്; ഭൂമി, എർത്ത്; ചൊവ്വ, മാർസ്. പിന്നെ വരുന്നത് വ്യാഴം, ജൂപ്പിറ്റർ; ശനി, സാറ്റേൺ; യുറേനസ്, നെപ്റ്റ്യൂൺ. ഇതിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ ഗ്രഹം ഏതാണെന്നറിയാമോ? അത് വ്യാഴമാണ്, ജൂപ്പിറ്റർ. ഒരു ഭീമൻ ഗ്രഹമാണ് വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്, മെർക്യുറി. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. പിന്നെ നമ്മുടെ ഭൂമിക്കൊരു കൂട്ടുകാരനുണ്ട്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം, നാച്ചുറൽ സാറ്റലൈറ്റ്. അത് നമ്മുടെ ചന്ദ്രനാണ്, ദ മൂൺ. മറ്റു പല ഗ്രഹങ്ങൾക്കും ഒന്നിൽ കൂടുതൽ ഉപഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. കുട്ടികളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ സ്റ്റെല്ലേറിയൻ പോലെയുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് രാത്രിയിൽ ആകാശം നിരീക്ഷിക്കുന്നത് വളരെ രസകരമായൊരു കാര്യമായിരിക്കും. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാമോ? ടീച്ചർക്കതൊരു സന്തോഷമാകും. ഇനി നമുക്ക് ചന്ദ്രന്റെ അടുത്തേക്ക് പോകാം. ശരി, ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഡു യു സീ ദ മൂൺ ഇൻ ദ സെയിം ഷേപ്പ് എവ്രി ഡേ? എല്ലാ ദിവസവും ഒരേ ആകൃതിയിലാണോ നിങ്ങൾ ചന്ദ്രനെ കാണുന്നത്? അല്ല, ഒരിക്കലും അല്ല. ചിലപ്പോൾ നല്ല വട്ടത്തിൽ കാണാം, ചിലപ്പോൾ ഒരു വര പോലെ കാണാം, ചില ദിവസങ്ങളിൽ കാണാനേ കഴിയില്ല. അതെ, ഇതിനാണ് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അഥവാ ഫേസസ് ഓഫ് ദ മൂൺ എന്ന് പറയുന്നത്. ഇതില് പ്രധാനപ്പെട്ട 2 ദിവസങ്ങളുണ്ട്. ഒന്ന് പൗർണമി അഥവാ ഫുൾ മൂൺ. ദ ഡേ വി സീ ദ ഫുൾ മൂൺ ഇസ് കോൾഡ് ഫുൾ മൂൺ ഡേ. അതായത് ചന്ദ്രനെ പൂർണ്ണമായി നല്ല വട്ടത്തിൽ കാണുന്ന ദിവസമാണ് പൗർണമി. അന്ന് നല്ല വെളിച്ചമുണ്ടാകും രാത്രിയിൽ. മറ്റേ ദിവസമോ? മറ്റേത് അമാവാസിയാണ്, ന്യൂ മൂൺ. ദ ഡേ വി കനോട്ട് സീ ദ മൂൺ അറ്റ് ഓൾ ഇസ് കോൾഡ് അമാവാസ്യ ഓർ ന്യൂ മൂൺ ഡേ. അതായത് ചന്ദ്രനെ ആകാശത്ത് ഒട്ടും കാണാൻ കഴിയാത്ത ദിവസം. അന്ന് നല്ല ഇരുട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ചന്ദ്രന്റെ ഈ ആകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? അത് ചന്ദ്രന് എന്തെങ്കിലും മാറ്റം വരുന്നതുകൊണ്ടല്ല. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ചുറ്റുമ്പോൾ സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടുന്ന ഭാഗം നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പല അളവിലായിരിക്കും കാണുക. അതുകൊണ്ടാണ് ഈ ആകൃതി മാറ്റം നമുക്ക് തോന്നുന്നത്. പുസ്തകത്തിലെ 109 പേജിൽ ഇത് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണമുണ്ട്. അതൊന്ന് ലളിതമായി പറയാമോ? പറയാം. ഒരു പെട്ടിയെടുത്ത് അതിലൊരു പന്ത് വയ്ക്കുക. എന്നിട്ട് ഒരു ടോർച്ച് കൊണ്ട് ആ പന്തിലേക്ക് വെളിച്ചമടിക്കുക. പെട്ടിയുടെ പല ഭാഗത്തായി ചെറിയ ദ്വാരങ്ങളിടുക. ഓരോ ദ്വാരത്തിലൂടെയും നോക്കുമ്പോൾ ആ പന്തിന്റെ വെളിച്ചമുള്ള ഭാഗം പല വലുപ്പത്തിലായിരിക്കും കാണുക. ഓ, ശരിയാണ്. ചിലപ്പോൾ മുഴുവൻ കാണും, ചിലപ്പോൾ കുറച്ചു ഭാഗം മാത്രം. ഇതുപോലെ തന്നെയാണ് ചന്ദ്രന്റെ കാര്യം സംഭവിക്കുന്നതല്ലേ? അതെ, അതുതന്നെ. ഇനി നമുക്ക് ചന്ദ്രനിലേക്കൊരു യാത്ര പോയാലോ? എ ട്രിപ്പ് ടു ദ മൂൺ. എല്ലാവരും പേജ് 112 ചിത്രങ്ങളൊന്ന് നോക്കിക്കേ. ആ ചിത്രത്തിൽ ബഹിരാകാശ സഞ്ചാരികളെ കാണാം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ പോയിട്ടുണ്ട്, അല്ലേ? തീർച്ചയായും. അതൊരു വലിയ ചരിത്ര സംഭവമായിരുന്നു. ഹ്യൂമൻസ് ഫസ്റ്റ് ലാൻഡഡ് ഓൺ ദ മൂൺ ഓൺ ജൂലൈ 21, 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21-നാണ്. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ആളുടെ പേരെല്ലാവർക്കും അറിയാമായിരിക്കും. നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തോടൊപ്പം മറ്റ് 2 പേർ കൂടിയുണ്ടായിരുന്നു. അവർ പോയ വാഹനത്തിന്റെ പേര് അപ്പോളോ 11 എന്നായിരുന്നു. ഓ, അപ്പോളോ 11. ഈ ജൂലൈ 21-ന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഉണ്ട്. ആ ദിവസം നമ്മൾ ചാന്ദ്രദിനം അഥവാ മൂൺ ഡേ ആയി ആഘോഷിക്കുന്നു. മനുഷ്യൻ ചന്ദ്രനിലെത്തിയതിന്റെ ഓർമ്മയ്ക്കായി. നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് വാഹനങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ. അയച്ചിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്.
India has also successfully sent missions to the moon called Chandrayaan. നമ്മുടെ ദൗത്യങ്ങളുടെ പേരാണ് ചാന്ദ്രയാൻ. ഈ അടുത്ത കാലത്ത് നമ്മുടെ ചാന്ദ്രയാൻ 3 വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയത് വലിയ വാർത്തയായിരുന്നു. അതെ, എല്ലാ കുട്ടികളും അത് ടിവിയിൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. ശരിയാണ്. ഇനി നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരാം. എന്നിട്ട് കാലണ്ടറിലെ ചില കാര്യങ്ങൾ നോക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് ദ കാലണ്ടർ. പേജ് 115, 116 ഒക്കെ ഒന്ന് നോക്കൂ. തീയതി, മാസം, വർഷം ഇതൊക്കെ അറിയാൻ, പിന്നെ സ്കൂളിലെ അവധി ദിവസങ്ങൾ അറിയാനും കലണ്ടർ വേണം, അല്ലേ? ഹഹാ, അത് ശരിയാ. ഒരു കാലണ്ടറിൽ മാസങ്ങളുടെ പേരുകൾ, ദിവസങ്ങൾ, തീയതികൾ, പിന്നെ ചുവന്ന മഷിയിൽ അവധി ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അതെ. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന കലണ്ടർ ഏതാണെന്നറിയാമോ? അത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ എന്ന് പറയും. ജാനുവരി, ഫെബ്രുവരി മാസങ്ങളൊക്കെയുള്ള കലണ്ടർ. പക്ഷേ കാലണ്ടറിൽ ഇത് മാത്രമല്ലല്ലോ കാണാറ്. കൊല്ലവർഷം, ഹിജ്റ വർഷം, ശകവർഷം എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. എന്താണവ? അവയും പലതരം കലണ്ടറുകളാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല സംസ്കാരങ്ങളിലും വ്യത്യസ്തമായ കലണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പണ്ടുമുതലേ ഉപയോഗിക്കുന്നതാണ് കൊല്ലവർഷം, ചിങ്ങം, കന്നി, തുലാം മാസങ്ങളൊക്കെയുള്ളത്. അതുപോലെ ഇസ്ലാമിക കലണ്ടറാണ് ഹിജ്റ വർഷം. പേജ് 117 ചിത്രം നോക്കിയാൽ ഇത് കാണാം. ഓക്കെ. പിന്നെ മാസങ്ങളിലെ ദിവസങ്ങളുടെ കാര്യത്തിലും ഒരു വ്യത്യാസമുണ്ടല്ലോ. ചില മാസങ്ങളിൽ 30 ദിവസം, ചിലതിൽ 31. ഫെബ്രുവരിയിലാണെങ്കിൽ 28 അല്ലെങ്കിൽ 29. അതെ, അതൊക്കെ ഭൂമിയുടെ പരിക്രമണവുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങളാണ്. അത് നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിൽ കൂടുതൽ പഠിക്കും. ശരി. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ആകാശത്തെ ഒരുപാട് കാഴ്ചകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഭൂമിയുടെ കറക്കം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ, പിന്നെ ചന്ദ്രന്റെ വളർച്ചയും തളർച്ചയും, മനുഷ്യൻ ചന്ദ്രന്റെ പോയ കഥ, കാലണ്ടറിലെ വിശേഷങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. The sky is full of wonders. Keep looking up and stay curious. ആകാശം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. എപ്പോഴും മുകളിലേക്ക് നോക്കി പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അതെ. ഇന്നത്തെ ഒരു ഹോംവർക്ക് തരാം. ഇന്ന് രാത്രി എല്ലാവരും പുറത്തിറങ്ങി ആകാശം നിരീക്ഷിക്കണം. എന്നിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് കുറിച്ചുവെക്കണം. നല്ലൊരു ആശയമാണ്. അപ്പോ ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ പാഠങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അവർക്കും പഠിക്കാമല്ലോ, അല്ലേ? അതെ. അപ്പോ അടുത്ത പാഠവുമായി ഞങ്ങൾ വേഗം വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.